നീ എന്തിനാ വെറുതെ ടെൻഷൻ ഇപ്പൊ ഒന്നും വേണ്ട. ഫിയാൻസി വരുന്നുണ്ടേ. ഓക്കെ സാർ. അല്ല വേണ്ട, 2 ചായ എടുത്തു. നീ ആദ്യമായിട്ടൊന്നും അല്ലോ പെണ്ണ് കാണുന്നേ. ഇത് പോയ ഇതിൽ നല്ല മണി പോലത്തെ പെൺപിള്ളേരെ ഞാൻ റെഡിയാക്കി തരും. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഇവന് ശീലമാ. എന്നിട്ട് എന്താ പരിപാടി? ആക്ച്വലി ഒന്നുമില്ല, ഇവനോട് ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ടേ. ഈ കല്യാണത്തിന് മുമ്പ് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി. ഒന്നും അങ്ങ് ഒത്തിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാള് വേണ്ടേ? എനിക്ക് ബെസ്റ്റ് വിഗാലൻഡ് ഹോംസാ. എന്താ മോളെ? അല്ല, എനിക്ക് വിഗാലൻഡ് ഹോംസിന്റെ ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെ കൊച്ചിയിലുണ്ട്. ബെസ്റ്റ് ബിൽഡേഴ്സാ, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ഡീറ്റെയിൽസ് അറിയാൻ എന്താ വഴി? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഈ 26, 27, 28 ക്രെഡായി പ്രോപ്പർട്ടി എക്സ്പോയിൽ വിഗാലൻഡ് ഹോംസ് ഉണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. പിന്നെ ഇവരുടെ ആകുമ്പോൾ അടിപൊളി അപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഇതിന്റെ ഡേറ്റ്സ് എപ്പോഴാണ്? നീ ഇനി എന്തിനാ വേറെ ഫ്ലാറ്റ് അന്വേഷിക്കുന്നത്? നമ്മുടെ മോക്ക് ഇവിടെ വീഗാലാൻഡ് ഹോംസിന്റെ ഫ്ലാറ്റ് ഉള്ളപ്പോൾ നമുക്കത് സ്ത്രീധനത്തിലങ്ങ് വരവെച്ചാ പോരെ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇഷ്ടമായില്ല? ക്രിമിനൽ മൈൻഡേ. സ്ത്രീധനം അതെന്നോട്. അല്ല, നമ്മുടെ ഡേറ്റ് എപ്പോഴാ? എന്താ? അല്ല, ഈ ക്രെഡായി എക്സ്പോന്റെ ഡേറ്റ്സ്. ഓ, അതേ വരുന്ന 26, 27, 28. അല്ല, തനിക്കും എൻ്റെ കൂടെ ഒന്ന് അന്ന് വരാവോ? ഒരു അപ്പാർട്ട്മെൻറ്റ് ചൂസ് ചെയ്യാനൊരു ഹെൽപ്പാണ്. പിന്നെ നമ്മുടെ കല്യാണത്തിനൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ ആവില്ലല്ലോ അല്ലേ?